Today we are going to learn grading system. ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡിംഗ് സിസ്റ്റം, ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഗ്രേഡിംഗ് സിസ്റ്റം. എ ഗ്രേഡിംഗ് സിസ്റ്റം ഇസ് എ മെത്തേഡ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ആൻഡ് റെക്കോർഡ് സ്റ്റുഡൻസ് അക്കാദമിക് പെർഫോമൻസ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ അക്കാദമിക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, instead of giving only marks, performance is shown through grades such as A, B, C, D, like that. Okay, then objectives of grading system to evaluate students' achievement. You already know that. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു റെഡ്യൂസ് സ്ട്രെസ് കോസ്ഡ് ബൈ മാർക്സ്. അതായത് ഇപ്പം മാർക്സ് കാണുമ്പോൾ ചിലർക്ക് സ്ട്രെസ്സ് വരും. അതായത് ഇപ്പോൾ ഒരു മാർക്കിനൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ, പക്ഷേ ആ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ സ്ട്രെസ്സ് വരും. ഓക്കെ, അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു കമ്പയർ പെർഫോമൻസ് ഈസിലി, പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഈ കുട്ടിക്ക് എ ഗ്രേഡ്, മറ്റേ കുട്ടിക്ക് സി ഗ്രേഡ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, എ ഗ്രേഡ് ഉള്ള കുട്ടിയാണ് ടോപ്പിലിരിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ടു ഗീവ് എ ബ്രോഡർ പിക്ചർ ഓഫ് ലേണിംഗ്, ടു എൻകറേജ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം എന്തെന്ന് നോക്കാം. റെഡ്യൂസസ് അൺഹെൽത്തി കോമ്പറ്റീഷൻ. അതായത് ഇപ്പോൾ നമ്മൾ മാർക്ക് വൈസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ 10ൽ 8 മാർക്കാണെന്ന് വിചാരിക്കാം, വേറെ കുട്ടിക്ക് 9 മാർക്കാണ്, ആൻഡ് വേറൊരു കുട്ടിക്ക് 10 മാർക്ക്, 10 ഔട്ട് ഓഫ് 10 കിട്ടി. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ 8 കിട്ടിയ കുട്ടിക്ക് തോന്നും, അയ്യോ എൻ്റെ മാർക്കാണ് ഏറ്റവും കുറവ്, അങ്ങനത്തെ ഒരു ഫീല് കിട്ടും. ലൈക്ക് ചെറിയ ഒരു മാർക്കിൻ്റെ അല്ലേ ഡിഫറൻസ് ഉള്ളൂ, എന്നിട്ടും ആ ഒരു കൈൻഡ് ഓഫ് ഫീൽ അതിന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോർമലി ഇപ്പോൾ എങ്ങനെയായിരിക്കും 8, 9, 10 എ ഗ്രേഡ്, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഗ്രേഡ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ്, മിനിമൈസസ് മൈനർ ഡിഫറൻസസ് ഇൻ മാർക്സ്. നേരത്തെ പറഞ്ഞത് തന്നെ ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ഓവറോൾ പെർഫോമൻസ്. ഒരു കുട്ടിയുടെ ഓവറോൾ പെർഫോമൻസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ്റർപ്രറ്റ്. കുറച്ചും കൂടെ വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. ഓക്കെ, എ ഗ്രേഡ്, ബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡസ് നോട്ട് ഷോ എക്സാക്ട് പെർഫോമൻസ്. ഇപ്പോൾ ഇങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് ഒരു എക്സാക്ട് പെർഫോമൻസ് അവിടെ കാണാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ നേരത്തെ പോലെ മാർക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ 10 കിട്ടിയ കുട്ടി കൂടുതൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട് വരും. ഇതിപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം ആകുമ്പോൾ മറ്റേ കുട്ടി കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടത് നമുക്ക് അറിയാൻ സാധിക്കില്ല. സ്റ്റുഡൻസ് ഇൻ ദ സെയിം ഗ്രേഡ് മേ ഹാവ് ഡിഫറെൻറ്റ് അബിലിറ്റീസ്, സംടൈംസ് ലാക്സ് ആക്യുറസി.